ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ട്രിവാൻഡ്രം ടു മൂന്നാർ വരെയുള്ളൊരു കുഞ്ഞു യാത്രാ വിശേഷമാണ്. പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വീണ്ടും പഴയടം രുചി എന്ന് ആസ്വദിക്കാൻ വേണ്ടി ആ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം കൊല്ലം വഴി നമ്മുടെ ജഡായു പാറ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും റോഡ് സൈഡിൽ നിന്നും വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു. കോട്ടയം ലുലു മാളാണ് കേട്ടോ. ഈ വീഡിയോ നമ്മുടെ ടേസ്റ്റി കിച്ചൺ അമ്മ മോളാണ് എനിക്ക് അയച്ചു തന്നത് കേട്ടോ. ലുലു മാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആൻറ്റി വേണമെങ്കിൽ പോകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ പോയിട്ടില്ല. അവിടെ കയറിയാൽ ഞങ്ങൾക്ക് വീണ്ടും മൂന്നാർ പോകാൻ ലേറ്റ് ആകും കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് മൂവാറ്റുപുഴ ഇടത് സൈഡിൽ ഒരു പിയാത്ത പോലെ ഒരു ചർച്ച ഉണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നാറായിരുന്ന സമയത്ത് പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ കയറി കാണിക്കയിടുക, അതെന്തോ ഒരു ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങളവിടെ കാണിക്കയൊക്കെ ഇട്ട് ഒരു ഷോർട്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ സോബിൻ കുട്ടപ്പൻ അഭിനന്ദു ഫാമിലി വ്ളോഗിൽ വെച്ച് പരിചയപ്പെട്ട സോബിൻ. അപ്പോൾ അവരുടെ വൈഫും മക്കളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം വൈഫും മോനും വന്നു, പിന്നെ സോബിൻ്റെ ഫ്രണ്ട് മകളെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ അവരെ കണ്ട് സന്തോഷിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും മൂന്നാറേക്ക് പോകുന്ന വഴി ഈ ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ടി വന്നു കേട്ടോ. ഞങ്ങളൊന്ന് ഓവർടേക്ക് ചെയ്ത് ഇടയ്ക്ക് ഒരു കാറ് കയറിയായിരുന്നു. പിന്നെ ഈ കാറിനെയും ഈ ബസ്സിനെയും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കുറേ പാടുപെട്ടു. ഒരു രക്ഷയില്ല. അത് നേര്യമംഗലം പാലമാണ് കേട്ടോ. ഈ പാലം കടന്ന് ദൈവമേ, ഞാൻ ഓർത്ത് എന്താ തീരുമെന്ന് ഒരു പിടിയില്ല. കാര്യം വെച്ചാൽ ഒത്തിരി ലേറ്റായി വരുന്നുണ്ട്. ഈ ബസ് ഞങ്ങളെ കടത്തി വിടുന്നുമില്ല. ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പം രമേശ് ചേട്ടൻ പറപ്പിക്കെന്ന് പറയുമ്പോൾ രമേശ് ചേട്ടൻ ഓടിച്ചു കേട്ടോ. എന്തായാലും രാത്രിയാണെങ്കിൽ വിജനമായാണ്, ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ആനയൊക്കെ ഇറങ്ങും, നിങ്ങൾ സൂക്ഷിച്ചു പോയി ഏതെങ്കിലും വണ്ടിയുടെ പിറകെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ സമയം അത്രയും ഷൈനി ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് അടിമാലി ജംഗ്ഷനാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ അടിമാലി ജംഗ്ഷനൊക്കെ എത്തിയപ്പം പണ്ടത്തെ കുറേ ഓർമ്മകൾ ഞങ്ങൾ അയവിറക്കിയായിരുന്നു. 6.5 വർഷമാണ് കേട്ടോ ഞങ്ങൾ ഈ മൂന്നാറിൻ്റെ പ്രദേശത്തുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമായിരുന്നു വീണ്ടും വീണ്ടും പോകുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ ആനച്ചാൽ കഴിഞ്ഞിട്ട് ചിത്തിരപുരം സൗത്ത് ചെകുത്താമുക്ക് കേട്ടോ ഷൈനിയുടെ വീടിൻ്റെ ഫ്രണ്ടെത്തി. ഈ ഷൈനി 20 വർഷമായിട്ട് ഞങ്ങൾ അവിടെ പോയി പരിചയപ്പെട്ടതിന് ശേഷം ഇന്നും ആ ഒരു സുഹൃത്ത് ബന്ധം വളരെ രീതിയിൽ പവിത്രതയോടെ കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ. അവരും കഴിഞ്ഞ പ്രാവശ്യം മകളുമായിട്ട് ഞങ്ങളെ കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതാദ്യം കാണുന്ന നമ്മുടെ ചാച്ചൻ, സതീഷേട്ടൻ്റെ അച്ഛൻ, പിന്നെ ഷൈനിയുടെ ചാച്ചൻ. ഞങ്ങളുണ്ടായിരുന്ന സമയത്തുള്ള ഒരു പള്ളിയിൽ അച്ഛനായിരുന്നു കേട്ടോ, മുങ്ങി മരിച്ചതാണ്. അപ്പം അങ്ങനെ അവരുടെ 3 പേര് ഫോട്ടോ കണ്ടു. മുകളോട്ട് വന്ന് ഞങ്ങൾക്കുള്ള റൂം മുകളിലായിരുന്നു. അപ്പോൾ അവരുടെ മകളാണ് അവിടെ നിൽക്കുന്ന അപ്പൂസ്. ഒരേ മകളുള്ളൂ കേട്ടോ. അവൾ നമ്മുടെ കോതമംഗലം മാർ ബിസൈലീസിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. അപ്പം അപ്പൂസിനെ കണ്ടത് അമ്മച്ചിയാണ് കേട്ടോ, സതീഷേട്ടൻ്റെ അമ്മച്ചിയാണ്. ഈ അടുക്കള വാതിൽ നിന്നിട്ടാണ് ഞങ്ങൾ വർഷങ്ങളോളം ഇവിടെ നിന്ന് സംസാരിക്കും. ഷൈനിയുടെ അടുക്കള ഇവിടെ നിന്നിട്ട് ആ ജനൽ തുറന്നിട്ട് എന്നെ വിളിക്കും. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കായിരുന്നു. നല്ല ബീഫ് വരട്ടി ഇതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടർക്കി കോഴി ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഷൈനി ഒരു കേക്ക് ബേക്കറാണ്. ഞാനാണ് അവൾക്കൊരു കേക്ക് ബേക്കിംഗ് തുടങ്ങാൻ ഒരു ഇൻസ്പിറേഷൻ കൊടുത്തത്. അപ്പോൾ അവൾ അത് വെച്ചിട്ട് അവൾ അതങ്ങോട്ട് തുടങ്ങി. അടിപൊളി ഒരു നട്ടി ബബിൾ കേക്കായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് അവൾ കേക്ക് ഉണ്ടാക്കി വെച്ച് വെൽക്കം വിജയ് രമേശ് വ്ളോഗ് എന്ന് എഴുതാൻ നിന്നത്. അപ്പോൾ അപ്പൂസ് പറഞ്ഞു അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ് അമ്മേ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേക്ക് കെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് ചെന്ന് കേക്ക് എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് സതീഷ് ചേട്ടനും രമേശ് ചേട്ടനും ഭയങ്കര കൂട്ടായിരുന്നു. ഞാനും ഷൈനിയും ഞങ്ങൾ 4 പേര് ഒരുമിച്ചിട്ട് തന്നെ യാത്രകൾ പോകുന്നതും എല്ലാ വർഷവും ഞങ്ങൾ ഒരു ട്രിപ്പ് വയ്ക്കുമായിരുന്നു കേട്ടോ. അത് പറയുന്നത് മറക്കാൻ പറ്റാത്ത അത്രയും സ്നേഹനിധിയെ കുറേ ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ഫാമിലിയാണ് കേട്ടോ നമ്മുടെ ഷൈനി. എനിക്കറിയത്തില്ല എന്താ പറയേണ്ടത്, രക്തബന്ധത്തെക്കാൾ അപ്പുറമായിട്ട് ഒരു സുഹൃത്ത് ബന്ധമുണ്ടെങ്കിൽ ഞാനും ഷൈനിയുമാണ്. എൻ്റെ ജീവിതത്തിൽ അവൾ അറിയാത്ത ഒരു രഹസ്യവും ഇല്ല. എൻ്റെ ഫുൾ ലൈഫ് സ്റ്റോറി അറിയാവുന്നത് എൻ്റെ ഷൈനിക്ക് മാത്രമാണ്, ഷൈനി അവരുടെ ഫാമിലിയും. അങ്ങനെ ഞങ്ങൾ കേക്കുകൾ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, അതിൻ്റെ അകത്തുള്ള സ്പോഞ്ചാണെങ്കിൽ ഞങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ ഉണ്ടാക്കിയത് കാരണം ബദാമൊക്കെ ഒത്തിരി അങ്ങ് ചേർത്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ കേക്കായിരുന്നു. അതിനുശേഷം പൊറോട്ടയും ബീഫും ചിക്കനൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു ഷൈനിയെ ചോറുണ്ടോ, ഉണ്ടടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഇങ്ങോട്ട് എടുക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോറും പുളിശ്ശേരിയും അവളുടെ എന്താ പറയുക അച്ചിങ്ങ മെഴുക്ക്, ഒരു പാവയ്ക്ക മെഴുക്ക് വരട്ടിയും മീൻകറിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒത്തിരി സംസാരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് 12 മണി കഴിഞ്ഞു കേട്ടോ രാത്രി. അതുവരെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ അവളുടെ റൂമിലൊക്കെ വളരെ കലാപരമായിട്ട് ഞങ്ങളെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ തുറന്ന് കാണുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ പള്ളിയാണ് കേട്ടോ. ആ പള്ളി നേരെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് ചിത്തിരപുരം സൗത്ത്, അതാണ് വെയിറ്റിംഗ് ഷെഡ്. അന്നത്തെ വെയിറ്റിംഗ് ഷെഡ് ഇന്നും അതുപോലെയായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ചെകുത്താമുക്കെന്നായിരുന്നു കേട്ടോ. പിന്നെയാണ് ഇവർ ചിത്തിരപുരം സൗത്ത് എന്നാക്കിയത്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റു താഴേക്ക് വന്നു. നല്ലൊരു ബ്ലാക്ക് ടീ കുടിക്കണം. കാരണം
കാരണം തൊണ്ടയെ കടഞ്ഞ് അന്ന് അടപ്പ് പിടിച്ചത് ഇപ്പോഴും തുറന്നിട്ടില്ല. ഷൈനി, നീ വീഡിയോ കാണുന്ന സമയത്ത് അന്നത്തെ തൊണ്ട അടപ്പ് ഇപ്പോഴും ഉണ്ടടി, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് അവർക്കൊരു ഷോപ്പാണ് കേട്ടോ, അപ്പൂസ് ഷോപ്പാണ്. അപ്പോൾ ഒരു വർഷങ്ങളായിട്ട് അവർ ഈ ഷോപ്പാണ് നടത്തുന്നത് കേട്ടോ. അജി ചേട്ടന് കുറച്ച് കോൺട്രാക്റ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ഫുള്ളും ഇവർ ഈ ബിസിനസ്സിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ജനൽ വാതിൽ തുറന്നിട്ട സമയത്ത് അയ്യോ എൻ്റെ പൊന്നോ, ഇവിടെ നിൽക്കുന്ന സമയത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന കാണാം ആ മലകൾക്കിടയിൽ കൂടെ കേട്ടോ. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ച് ടാറ്റ പറഞ്ഞ് പോയി കഴിഞ്ഞു. ബിജിയോട് പറയണം എൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് സൂര്യൻ അങ്ങോട്ട് പോയി. അവൾ നല്ലൊരു കേക്ക് ബേക്കിംഗ് ആയത് കാരണം കേക്കിൻ്റെ ടിന്നും എല്ലാം അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കൂരി മീൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൂരി മീൻ എന്താണെന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു അത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൂരി മീൻ ഉണ്ടാക്കിയാണ് ആസ് യൂഷ്വൽ നമ്മുടെ സവാള തക്കാളി മുളക് കറിയില്ലേ, അതാണ് അവൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ സമയം ഞാൻ കട്ടൻ ചായ ഇട്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി കട്ടൻ അങ്ങടായിട്ട് രമേശ് ചേട്ടൻ വന്ന് രമേശ് ചേട്ടനും കൊടുത്തു, ഞാനും കുടിച്ച്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്കുടെ കടയിൽ ഷോപ്പ് ചുറ്റും റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ റിസോർട്ടുകാർ അവർക്ക് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ വന്നാണ് വാങ്ങുന്നത്. തലേ ദിവസത്തെ കേക്ക് ഞങ്ങൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പോകുമ്പം കൊണ്ടുപോകണം. അപ്പോൾ അത് കാരണം ആ ടേസ്റ്റ് ഉണ്ടെങ്കിലും വല്ലാണ്ട് ഇങ്ങനെ നാവിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂരി മീൻ അവൾ ഇടുകയാണ്. അപ്പോൾ ഈ കൂരിയുടെ തല ഭയങ്കര ടേസ്റ്റാന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര പഞ്ഞിപോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ മീൻ. രമേശേട്ട് അടുക്കള വന്നപ്പം ഷൈനി പറഞ്ഞു, രമേശേ ഓർമ്മയുണ്ടോ ഈ ജനൽ വഴി ബിജി നീ എണീറ്റ് എന്താണ് നടന്നത്, ഇത് കണ്ടോ, ഇത് നമ്മുടെ ചിത്തിരപുര സൗത്തിൽ വർഷങ്ങളായിട്ട് പിന്നെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ദിലീപാണ്, ദിലീപിൻ്റെ ഫ്രണ്ട് സിനോജി. ഇവർ 4 പേരാണ് കേട്ടോ, ദിലീപ്, സിനോജി, ഗിരീഷ്, ഷാനവാസ്. ഇവർ 4 പേരാണ് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. ആ ഇടയ്ക്ക് മിന്നി മാഞ്ഞു പോയത് ഞങ്ങളുടെ ഹൗസ് ഓണറായിരുന്നു കേട്ടോ അവിടെ, ബിജിയും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ കാര്യങ്ങൾ. അപ്പോഴും അവൾ ചോദിക്കുന്നു, ബിജി തലേദിവസം ചോറ് ഇരിപ്പുണ്ട് വേണോ, ചോറ് കണ്ടാൽ ഞാൻ വിടുമോ എൻ്റെ പൊന്നു കൂട്ടുകാരെ. ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു ഞാൻ രാവിലെ ആ പഴഞ്ചോറാണ് കഴിച്ചത് കേട്ടോ. എന്തായാലും ഞങ്ങളുടെ കടയിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പം ഞങ്ങൾ മൂന്നാർ 2-ാം മൈൽ എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ഈ ആനച്ചാൽ വഴി വരുന്ന സമയത്ത് ചിത്തിരപുരം, പിന്നെ 2-ാം മൈലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആ ബാർബർ ഷോപ്പ് കണ്ടോ, നമ്മുടെ ദിലീപിൻ്റെ ഷോപ്പ്, അതിൻ്റെ ആ സൈഡിൽ കൂടിയിട്ടാണ് ഒരു ഇടനാഴി ഉണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് കേട്ടോ. ഈ സമയത്തൊക്കെ ഞങ്ങൾ ബസ്സിൽ, ഞാൻ അവിടെ നിന്ന് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയ സമയത്തും തയ്യൽ പഠിക്കാൻ പോയ സമയത്തൊക്കെ അവിടെ നിന്ന് ഓടി വരും, ദിലീപേ ബസ് വരുന്നുണ്ടെങ്കിൽ നിർത്തറാന്ന് പറയും. അങ്ങനെ ദിലീപാണ് ബസ്സിനെ അടിച്ച് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ 6.5 വർഷം പോയത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ വന്ന ഡേറ്റും പോയ ഡേറ്റും എല്ലാം ഷൈനിക്ക് മനപ്പാടമാണ് കേട്ടോ. എന്തായാലും അവിടെ ഞങ്ങൾ എല്ലാവരോടും സിനോജിനോടും അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ ആ പ്രദേശവാസികളോടെല്ലാം ഞങ്ങൾ ബൈ പറഞ്ഞ് ഷൈനിയും ഞാനും രമേശേനും കൂട്ടി 2-ാം മൈൽ പോവുകയാണ് കേട്ടോ. ഈവനിങ് സമയത്ത് ഞാൻ ഷൈനിയൊക്കെ ഇവിടെ നിന്ന് 2-ാം മൈൽ വരെ ഞങ്ങൾ വാക്കിങ്ങിന് പോകുമായിരുന്നു കേട്ടോ. അന്നത്തെ കാര്യങ്ങൾ, അന്ന് ഇത്രയും വാഹന തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ഇന്ന് ആ വെയിറ്റിംഗ് ഷെഡ് കണ്ടോ, നമ്മുടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വെയിറ്റിംഗ് ഷെഡ് ചിത്തിരപുരം സൗത്ത് നാക്കിയിട്ടുണ്ട്. അന്ന് ചെകുത്താമുക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് ഷൈനിയുമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ യാത്രകളൊക്കെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ് കാണും, ഹോട്ടൽ കാണും കേട്ടോ. അന്ന് ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ പണി നടക്കുകയായിരുന്നു. പക്ഷേ ഈ ഇടക്കാലത്ത് ആ 8-ാമത്തെ നിലയിൽ ഒരു കുഞ്ഞ് നോർത്ത് ഇന്ത്യൻ കൊച്ച് ജനലിൽ നിന്ന് താഴെ വീണു. ആ കുഞ്ഞ് മരണപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വാർത്താമാധ്യമങ്ങളൊന്നും അത് വന്നിട്ടില്ല. എന്തായാലും 2-ാം മൈലെത്തി. 3-ാമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോയി എന്താ അല്ലേ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. ഓരോ മലനിരകളും തേയിലക്കാടുകൾക്കിടയിലൂടെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് പോവുക. ഒത്തിരി നാളത്തിന് ശേഷം ഞങ്ങളുടെ സുഹൃത്തിനെ കാണാൻ പറ്റുമ്പോൾ അവരുടെ ആ സന്തോഷങ്ങളും സംസാരങ്ങളും ഒക്കെ, സത്യം പറഞ്ഞാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഷൈനിയോടൊപ്പം കുറച്ച് സമയം ഇനിയേ ഉള്ളൂ. അപ്പം അവളോടൊപ്പം കൂടുതൽ സമയം സംസാരിക്കാൻ ഓർത്തിട്ട് ഇങ്ങനെ വാദവരാതെ ബ്ലാ സംസാരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ 2-ാം മൈൽ ജംഗ്ഷനൊക്കെ പഴയതുപോലെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ വളരെയേറെ മാറ്റങ്ങൾ വന്നു. ഒത്തിരി ടൂറിസ്റ്റ് അവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി ഒതുക്കിയതിന് ശേഷം ഞങ്ങളങ്ങ് താഴോട്ട് പോയി. കുറച്ച് മലനിര, അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആനയിറങ്കൽ ഡാം, ചെങ്കുളം ഡാം, അങ്ങനെ എന്തൊക്കെയോ ഡാമുകൾ അവിടെ കാണാൻ കേട്ടോ. എനിക്ക് ഡാമിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷേ ഒരു സൂപ്പർ വ്യൂ ആണ് 2-ാം മൈൽ. ഈ മൂന്നാർ പോകുന്നവരൊക്കെയും അവിടെ ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ 2-ാം മൈൽ എന്ന് പറയുന്നത്. നമുക്ക് അടിമാലി പട്ടണം കാണാൻ പറ്റും. എന്താ പറയേണ്ടത്, വളരെ മനോഹരം. ആ ഡാം കാണുന്നുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നത് ചെങ്കുളം ഡാമാണ് കേട്ടോ. ആ ഡാമാണ്. എന്തായാലും എന്താ പറയേണ്ടത്, ഞാനൊരു റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം തന്നെയാണ് കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് റിപ്പീറ്റായിട്ട് തോന്നി. ഇത് 2-ാം മൈലുള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അന്നൊക്കെ ഹോട്ടൽ, അന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, പണ്ട് ഞങ്ങൾ പോയ സമയത്ത് ഇത്രയൊന്നും വികസനം വന്നിട്ടില്ല. എല്ലാ പണികളും നടക്കുന്ന സമയം ഒരു 10-15 വർഷം കൊണ്ട് മൂന്നാർ ആകെ മാറിയിരിക്കാൻ കേട്ടോ. അങ്ങനെ ഷൈനിയെ കൊണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ എവിടെ പോകുന്ന
എന്നറിയാമോ? തിരക്കൊഴിഞ്ഞ തേയിലത്തോട്ടത്തിന് നടുവിൽ നിന്നൊരു ഫോട്ടോ എടുക്കണ്ടേ, വീഡിയോസ് എടുക്കണ്ടേ, റീൽസ് എടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നത് കേട്ടോ. അടിപൊളി തിരക്കൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ, കാരണം നമ്മൾ ഷൈനി അവിടെ ഉള്ളത് കാരണം ഷൈനിക്ക് അറിയാം എവിടെയാണ് തിരക്കില്ലാത്ത സ്ഥലം, എവിടെ പോയി നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും എന്നൊക്കെ രീതിയിൽ ഞങ്ങൾ അവളെ കൊണ്ടുപോയതാണ് കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ അവളെ തിരിച്ച് വീണ്ടും അവളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ കഴിച്ചിറങ്ങിയെങ്കിലും ഷൈനി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെയും ഈ നിമിഷം വരെയും അങ്ങോട്ടും അങ്ങോട്ടും സ്നേഹത്തിലും സമാധാനത്തിലും കഴിഞ്ഞു പോകുന്ന നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് കേട്ടോ ഷൈനിയും ഞാനും. അവളുടെ ഒരു ആഗ്രഹം, അവൾക്ക് ഒരു മകളേ ഉള്ളൂ, ട്രിവാൻഡ്രത്തേക്ക് ആ മകളെ കെട്ടിച്ചേച്ച് ട്രിവാൻഡ്രം സെറ്റിലാകണമെന്നാണ് അവരുടെ ആഗ്രഹം അതുപോലെ നടക്കട്ടെ. എന്തായാലും ഞങ്ങൾ അവളെ ആക്കിയതിന് ശേഷം ഇനി പോകുന്നത് ബൈസൺ വാലി വഴി കമ്പം തേനിയാണ് കേട്ടോ. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് ശ്രീ ഗോകുലം ഗോപാലൻ അവരുടെ റെസ്റ്റോറൻ്റാണ് കേട്ടോ, റിസോർട്ടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ സ്ഥലത്താണെങ്കിൽ ഈ ഒരു വളവ് വരുന്ന സമയത്ത് ഇനി അടുത്ത് കുഞ്ചിത്തണ്ണി പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇടത് വശത്താണ്ട് ഇഗ്ലു എന്നൊരു ഹോട്ടലുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് എപ്പോഴും ഫ്രൈഡ് റൈസ് കഴിക്കുന്നത് കേട്ടോ. ഇത് കാണുന്നതാണ് നമ്മുടെ പള്ളിവാസൽ പവർ ബസ്. രമേശ് ചേട്ടൻ 6 വർഷം ജോലി ചെയ്ത ഓഫീസാണ് കാണുന്നത് കേട്ടോ. പള്ളിവാസൽ പവർ ബസ് പ്രോജക്റ്റ് SR ESSAIRലെ SR പ്രോജക്റ്റുകാരാണ് എടുത്തത്. അപ്പം അതിൻ്റെ വർക്കിലായിരുന്നു രമേശ് ചേട്ടൻ കേട്ടോ, ഡിവിഷണൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ പഴയ കാലങ്ങൾ കൈവറക്കുന്നുണ്ടായിരുന്നു. പള്ളിവാസൽ പവർ ബസ് ഇവിടെ ഞങ്ങൾ ഈവനിങ് ടൈമിലൊക്കെ നടന്നു വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഓഫീസിൽ പോകും. അപ്പോൾ രാവിലെ രമേശ് ചേട്ടൻ പോകുന്നതാണല്ലോ, പിന്നെ വൈകുന്നേരം ആകുന്ന സമയത്ത് തിരക്ക് കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ പോകും. അന്നത്തെ കാലത്ത് ഇതുപോലെ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആ പള്ളിവാസൽ പവർ ബസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കയറ്റമാണ് കേട്ടോ. എന്താ പറയണ്ടത്, തേയിലത്തോട്ടം മാറി പിന്നെ ഏലത്തോട്ടമായി മാറി കേട്ടോ. ഏലക്കാടുകൾക്ക് നടുവിലൂടെ ഞങ്ങളിങ്ങനെ സൊറ പറഞ്ഞ് പോകുന്ന ആ ഒരു എന്താ പറയേണ്ടത് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ യാത്രയായിരുന്നു. മക്കൾ കൂടെ ഇല്ല എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ആസ്വദിച്ച യാത്രയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാലും പ്രത്യേകിച്ച് എൻ്റെ സൂര്യ മോൾക്കാണെങ്കിൽ മൂന്നാറിന്ന് കേൾക്കുമ്പോഴേ തലവേദന എടുക്കും. അവൾ യാത്ര വരത്തില്ല, അവൾക്ക് എപ്പോഴും വൊമിറ്റിംഗ് ഉള്ളത് കാരണം അവൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അധികം ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ ആ തേരിയെല്ലാം കയറി, തേരി മീൻസ് കയറ്റമെല്ലാം കയറി അതിനുശേഷം വരുന്ന സമയത്ത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ നല്ല നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബോഡി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ ഇറക്കിയതിന് ശേഷം റൈറ്റ് സൈഡിനകത്ത് ബോഡി ഈ സ്ഥലത്താണ് നമ്മുടെ മൈന മൈന നെഞ്ചുക്കുള്ളേ വമ്പ് പെണ്ണുതേ ആ പാട്ടുള്ള മൈന സിനിമയില്ലേ, അതൊക്കെ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല പ്രകൃതി മനോഹരമായൊരു സ്ഥലം, അജന്ത എല്ലോറ ഗുഹയാണോ എന്ന് തോന്നിപ്പോകുന്ന പാറക്കെട്ടുകൾക്ക് നടുവിലൂടെ ഇങ്ങനെ കുന്നിൻ ചരിവിൻ നടുവിലൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ പൊന്നോ എന്താ ഒരു കാഴ്ച, വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് പറയാൻ എന്താ പറയുമ്പോൾ റോഡ് എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല, കിടല റോഡായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ കുഴിയും ഗട്ടറൊക്കെ ആയിട്ട് കിടന്ന് പൊട്ടിപ്പൊളഞ്ഞ് കിടന്ന റോഡ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. എന്തായാലും ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്, റീൽസൊക്കെ എടുക്കുന്നുണ്ട്. കുറേ റീൽസും വീഡിയോസൊക്കെ ഫോണിനകത്ത് കുത്തി ഞെരുങ്ങിയിരിക്കുവാണ് കേട്ടോ. പതുക്കെ ഓരോന്നായിട്ട് നമുക്ക് റിലീസ് ചെയ്യാം. ഈ ഇടത്തോട്ട് പോകുന്നത് സൂര്യനെല്ലി ഭാഗമാണ് കേട്ടോ, സൂര്യനെല്ലി റോഡാണ്. പിന്നെ റൈറ്റ് സൈഡിന് അടുത്ത് നമ്മൾ പോകുന്നത് ബോഡിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അവിടെ പോകുന്ന സമയത്ത് തന്നെയും തേയിലത്തോട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഓരോ സ്ഥലത്ത് എത്തുന്ന സമയത്തും ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നേരത്തെ ഒരു കയറ്റമായിരുന്നു, ഇപ്പോഴത്തെ ഇറക്കം. ഒരു ജീവിതത്തിൽ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുമുണ്ടെന്ന് പറയുന്ന പോലെ ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്, ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്, സുഖദുഃഖ സമ്മിശ്രമായതാണ്. എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കണമെന്നില്ല, എപ്പോഴും നമുക്ക് ദുഃഖമായിരിക്കണമെന്നില്ല. ദുഃഖമായിരിക്കുന്ന സമയത്ത് ആ ദുഃഖത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. ഇവിടെ ഒരു തേയില ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ആനയിറങ്കൽ ഡാമാണ് ഈ ഭാഗം എന്ന് പറഞ്ഞത്, ആനയിറങ്കൽ ഡാമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ടയേർഡായി, ഇപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചിട്ട് ഒരു കരിക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കരിക്ക് കുടിക്കാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദ്വീപ് പോലെയാണ് കേട്ടോ ഈ ആനയിറങ്കൽ ഡാമിൻ്റെ നടുക്ക് ഒരു ദ്വീപ്, വളരെ മനോഹരമായ കാഴ്ചയല്ലേ. ഇനി അടുത്ത് കാണുന്നത് പൂപ്പാറയാണ് കേട്ടോ. അപ്പോൾ ബോഡി പൂപ്പാറ കമ്പം തേനി, നമ്മൾ നേരെ സേലത്താണ് പോകുന്നത്. അപ്പോഴത്തേക്ക് ഇന്നിങ്ങനെ എന്താ പറയേണ്ടത്, നമ്മുടെ ആ കേരള ബോർഡർ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബോഡിമേട്ട് അങ്ങനെ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കമ്പം, പിന്നെ ആ ഒരു പച്ചപ്പിൻ്റെ മനോഹരത മാറിയിട്ട് ഒരു തമിഴ്നാട് ടച്ച് എനിക്ക് ഫീൽ ചെയ്തത്. തമിഴ്നാട് ബസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കേട്ടോ ഇങ്ങനത്തെ മരങ്ങൾ, ഇതൊരു പ്രത്യേകതയാണ് കേട്ടോ, ഇങ്ങനെ മരങ്ങൾ. പിന്നെ ഇടതുവശത്ത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു നെൽപ്പാടം കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഒരു 2 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ തേനി എത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സേലത്താണ് പോകുന്നത് കേട്ടോ. അത് അടുത്ത വ്ളോഗിൽ ഞാൻ
കാണിക്കാം. ട്രിവാൻഡ്രം ടു മൂന്നാർ വരെയുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടത്. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.